ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരു ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ഒരു കറി, അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇടുന്നത്. ഇത് കണ്ടോ, ഈ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം ചപ്പാത്തി കൂട്ടാനുള്ള ഇതാണ്. തക്കാളിയുണ്ട്, സവാളയുണ്ട്, ക്യാരറ്റുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, ബീട്രൂട്ടുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, വെള്ളരിക്കയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കറിയാണ്. അപ്പോൾ ആദ്യം ഒക്കെ ഇത് എൻ്റെ അമ്മയുടെ അച്ഛൻ എക്സ് സർവീസിലൊക്കെ ആയിരുന്നു. അപ്പം ഇവിടുന്ന് അങ്ങനെയൊക്കെ അപ്പം പഠിച്ചുകൊണ്ട് വന്നതാണ്. എങ്ങനെയോ അത് വീട്ടിൽ വന്ന് അമ്മച്ചി ഇത് ചെയ്യുമായിരുന്നു. അപ്പോൾ അമ്മച്ചിയിൽ നിന്ന് എൻ്റെ അമ്മ ഇത് പഠിച്ചു. പിന്നെ ഞങ്ങളുടെയൊക്കെ കൊച്ചിലെയൊക്കെ ചപ്പാത്തിക്ക് കറിയായിട്ടൊക്കെ അമ്മ ഇത് ഉണ്ടാക്കുമായിരുന്നു. അപ്പം അന്നേരം ഞങ്ങളുടെ വീട്ടിലതൊന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് അമ്മ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ഈ കറി ഉണ്ടാക്കുമായിരുന്നു. അന്നൊക്കെ എൻ്റെ ഹസ്ബൻഡ് പറയും, ഇത് ഇച്ചിരി എരിവ് കുറവാ, ഇച്ചിരി ഉപ്പ് കുറവാ, ഒരു വികാരമില്ലാത്ത കറിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ കുറച്ച് എരിവ് കുറവും ഇച്ചിരി ഉപ്പ് സ്വല്പം താഴോട്ടൊക്കെ നിൽക്കുമായിരുന്നു. ഞങ്ങൾക്കതൊക്കെ അങ്ങ് ശീലമായിരുന്നു. പിന്നെ അച്ഛനും അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെയൊക്കെ അത് അഡ്ജസ്റ്റ് അച്ഛനതൊന്നും കുഴപ്പമില്ലായിരുന്നു. അച്ഛൻ്റെ രീതിക്കനുസരിച്ചായിരുന്നു അവിടെ ഉണ്ടാക്കുന്നത്. പക്ഷേ അച്ഛനതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് വെച്ച് ഇപ്പം ഇവിടെ കല്യാണം കഴിച്ചൊക്കെ വന്ന് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയും, ഇച്ചിരി എരിവ് മുന്നോട്ട് നിൽക്കണം, ഒരു സ്വല്പം ഉപ്പൊക്കെ ആവശ്യത്തിന് നമുക്ക് കഴിക്കുമ്പോൾ ഉപ്പ് തോന്നണം, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പം അമ്മ ഇതുണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഇത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഈ കറിയാണെന്ന് കേൾക്കുമ്പോഴേ പുള്ളി ചോദിക്കും, അയ്യോ ഈ കറിയാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം അതിങ്ങനെ കേട്ടായിരിക്കും അമ്മ അതൊക്കെ ഒത്തിരി മോഡിഫൈ ചെയ്തു. അപ്പം കുറച്ചുകൂടെയൊക്കെ അമ്മ ഉപ്പൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് ആഡ് ചെയ്തു, പച്ചമുളക് കുറച്ചുകൂടെ കൂടുതലിട്ടു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ കറി ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം പുള്ളി എന്തായാലും അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇപ്പോഴാണ് ഇത് നല്ല കറിയായത് എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ചപ്പാത്തിയുടെ കൂടി ഈ കറിയാന്ന് പറയുമ്പം പുള്ളി പറയും, അതിനെന്താ ഉണ്ടാക്കിക്കോ, എനിക്കിഷ്ടമാണെന്ന് പറയും. ഇതിപ്പം ഞാനിതെല്ലാം കൂടെ എടുത്ത് മുറത്തിലിട്ട് വെച്ച് അങ്ങോട്ട് മാറ്റി കൊണ്ടുപോയിച്ച് അരിഞ്ഞുകൊണ്ട് വരാം. അരിഞ്ഞെല്ലാം വെക്കാം. അമ്മ കുളിക്കുന്നേ ഉള്ളൂ. ഇനി കുളിച്ച് വിളക്ക് കത്തിച്ച് ഒരു ശകലം സമയം ഇരുന്ന് നാമം ജപിച്ച് ഒക്കെ കഴിഞ്ഞ് അമ്മ വരുള്ളൂ. അപ്പോഴത്തേക്ക് ഇതെല്ലാം ഞാനൊന്ന് അരിഞ്ഞ് വെക്കാം. ഇതുണ്ടോ, ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അമ്മ അടുക്കളയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം നമ്മൾ ഈ ബീട്രൂട്ടും ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഇത്രയും വെള്ളരിക്ക, ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം ഒരു കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ മതി അല്ലേ അമ്മേ? ഒരു വിസിൽ മതി. എന്നിട്ട് നമ്മളതങ്ങ് വാങ്ങണം. പിന്നെ ബാക്കി തക്കാളിയുണ്ട്, സവാളയുണ്ട്, അതൊക്കെ നമ്മൾ അല്ലാതെ വഴറ്റും. അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും പിന്നെ ഈ വെളുത്തുള്ളിയും കൂടെ ചേർക്കും. പിന്നെ അമ്മ വെണ്ടയ്ക്ക വേറെ വഴറ്റിയെടുക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. കുക്കറിനകത്ത് വെച്ചിരിക്കുന്ന സാധനത്തിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇടും. പിന്നെന്തോ അമ്മ ഇടുന്നത്? മുളക് പൊടി ഇടുമോ? മുളക് പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട്. പക്ഷെ അത് പിന്നീട് നമ്മളത് വറുത്ത് ചേർക്കുക ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് അത് ചെയ്താൽ മതി. പച്ചമുളകും അതിനകത്ത് ഇടുകയാണോ? എന്നാൽ ശരി, പച്ചമുളകും അതിനകത്തിട്ട് ഇനി ശകലം ഉപ്പ് ചേർത്ത് അതങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇനി അതിനകത്ത് അമ്മ ശകലം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ സവാള ആദ്യം അങ്ങോട്ട് വഴറ്റണം. വഴറ്റി അതൊന്ന് നന്നായിട്ട് അങ്ങ് വഴറ്റി വന്ന് കഴിയുമ്പോൾ നമ്മളതിനകത്തോട്ട് തക്കാളി ഇടും. ഉള്ളി ഇത്രയൊക്കെ വഴറ്റി വന്നു. ഇനിയും പതുക്കെ തക്കാളി അതിനകത്തോട്ട് ഇടുവാണേ. എന്നിട്ട് തക്കാളി നല്ലോണം ഒന്ന് വഴറ്റണം. ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഒരു ശകലം ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. തക്കാളിയും സവാളയും കൂടെ വഴറ്റിനകത്തോട്ട് ആ പൊടി അങ്ങ് ചേർക്കും. ഇനി നമ്മൾ വെണ്ടയ്ക്ക വേറെ വഴറ്റാൻ പോവാണ്. അത് വെണ്ടയ്ക്ക വഴറ്റിയിടും.
വെണ്ടയ്ക്കകത്ത് നമുക്ക് ശകലം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഒക്കെ ചേർക്കണം. അപ്പം അതെല്ലാം അതേ പിടിക്കും, അല്ലെങ്കിൽ വെണ്ടയ്ക്കയ്ക്ക് ഉപ്പില്ലാതെ കിടക്കും. ഇനി ഇതിനകത്തോട്ട് ഈ കുക്കറിൽ വെണ്ട കഷ്ണങ്ങളെല്ലാം കൂടെ ഇതിനകത്തോട്ടങ്ങ് ഇടണം. എന്നിട്ട് വെണ്ടയ്ക്ക വഴറ്റി വന്നല്ലോ, അത് വഴറ്റി കഴിയുമ്പോൾ അതും കൂടെ എടുത്ത് ഇതിനകത്തോട്ട് ഇടണം. ഇനി ആ വെണ്ടയ്ക്കായെ എടുത്ത് നമ്മൾ വെണ്ടയ്ക്ക ഒരുമാതിരി നല്ലോണം വഴറ്റി ശരിയായിട്ടുണ്ട്. ഇനി അതെടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് ഇടണം. ഇനി ഒന്ന് കടുക് വറക്കണം. കടുക് വറുക്കാൻ കടുക്, മുളക്, കറിവേപ്പില എല്ലാം ഇട്ടാൽ മതി. കൂട്ടാനകത്ത് നമുക്ക് കുറച്ച് ചാറ് വേണം. അതിന് നമ്മൾ ശകലം ഒന്ന് വെള്ളം ഒഴിക്കുക. കടുക് വറുത്ത് ഇതാണ് തിളച്ചിട്ടൊക്കെയുണ്ട്. തീ ഓഫ് ചെയ്ത് അമ്മയ്ക്ക് കുക്കായത് ഇതിനകത്തോട്ട് കടുക് വറുത്തതിനകത്തോട്ട് കൂട്ടാൻ്റെ ശകലം ഇട്ട് അതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളൊന്ന് എത്തണം. അതിന് വേണ്ടിയിട്ടുള്ള അമ്മയുടെ ഒരു ട്രിക്കാണ്. ഓക്കെ.